ഹരേ കൃഷ്ണ. മിഥുന രാശിക്കാർക്ക് ശനിദേവ് മാർഗിയിൽ നിന്നും വക്രിയിലേക്ക് ജൂലൈ 13 മുതൽ നവംബർ 27 വരെയായിരിക്കും ഈ സ്ഥിതി. ഈ വക്രി എന്താണെന്നല്ലേ? സൂര്യൻ ഒരു സെന്ററും സൂര്യന്റെ ചുറ്റും ബാക്കി ഗ്രഹങ്ങൾ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. 360 ഡിഗ്രിയിലാണ് ഒരു പരിക്രമണം. സൂര്യനും ചന്ദ്രനും ഒരിക്കലും വക്രിയിൽ വരികയില്ല. രാഹുവും കേതുവും എപ്പോഴും വക്രി അവസ്ഥയിൽ ആയിരിക്കും. ബാക്കി ഗ്രഹങ്ങൾ വക്രിയിൽ വരാറുമുണ്ട്. ഈ പരിക്രമണത്തിൽ ചില ഗ്രഹങ്ങൾ അവരുടെ മാർഗി എന്ന് പറഞ്ഞ സാമാന്യ സ്ഥിതിയിലുള്ള ചലനം മാർഗിയിൽ നിന്നും കുറച്ച് സ്ലോ ആയി പോകുന്നു. ഇതിനെയാണ് വക്രി എന്ന് പറയുന്നത്. രാശിചക്രത്തിന്റെ 3ാമത്തെ രാശിയാണ് മിഥുന രാശി. നിങ്ങളുടെ രാശിസാമ്യം ബുധൻ. ലഗ്നം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹൗസിൽ മിഥുന രാശി വരുന്നതാണ് മിഥുന രാശിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ 10ാമത്തെ ഹൗസിലാണ് ശനി വക്രി അവസ്ഥയിൽ വരുന്നത്. 10ാമത്തെ ഹൗസ് എന്നത്തിൻ്റെയാണെന്ന് അറിയാമോ? കർമ്മത്തിൻ്റെ, നിങ്ങളുടെ ജോലിയുടെ, ബിസിനസ്സിൻ്റെ, ഗവൺമെൻറ് ജോലിയാണെങ്കിലും പ്രൈവറ്റ് ജോലിയാണെങ്കിലും 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി 10ാമത്തെ ഹൗസിൽ വക്രി അവസ്ഥയിൽ നിങ്ങളുടെ രാശിയിൽ വന്നിരിക്കുന്നത്. ഈ ഹൗസിൽ ശനിദേവ് വക്രി അവസ്ഥയിൽ വരുമ്പോഴേക്കും ആ ഹൗസുമായിട്ട് 10ാമത്തെ ഹൗസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കാര്യക്ഷമത കൂട്ടുന്നതിനും ശനി കാരണമാകുന്നു. ഓൾറെഡി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ സമയം നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു. അതിന് കാരണം ഇപ്പോൾ ശനി വക്രിയിൽ ആവാൻ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച്, ചെയ്യുന്ന ജോലിയിൽ ഒരു ചേഞ്ചോ അതിൻ്റെ സമയത്തിന് ഒരു ചേഞ്ചോ എന്തെങ്കിലും ഒരു ചേഞ്ചോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. നേരത്തെ 2 മണിക്കൂർ ചെലവഴിക്കുന്ന ആ ജോലിയെ നിങ്ങളിപ്പോൾ 4 മണിക്കൂറായിരിക്കും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ എന്തായാലും ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ പ്രയത്നത്തോടെ ഒരു ചേഞ്ച് നിങ്ങളുടെ കരിയറിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ശനി വക്രിയിൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ജോലിയിലുള്ള ഉത്തരവാദിത്തം കൂടുകയും അതുമല്ലെങ്കിൽ ജോലി ചേഞ്ച് ചെയ്തതിനുമുള്ള സാധ്യത, പുതിയ റെസ്പോൺസിബിലിറ്റി കാരണം അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം കിട്ടാനും സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസിൻ്റെയോ സീനിയേഴ്സിൻ്റെ നിന്നും പ്രശംസകൾ കിട്ടാനും ഒക്കെയുള്ള സമയമാണ് ഇത്. ശനി 10ാമത്തെ ഹൗസ് വ്യാഴത്തിൻ്റെതാണ്. അവിടെയാണ് ശനി വക്രിയിൽ വന്നിരിക്കുന്നത്. എന്തു തന്നെ ആണേലും മിഥുന രാശിക്കാർക്ക് ഈ വക്രി ശനി ഭാഗ്യം തന്നെ കൊണ്ടുവരും. നിങ്ങൾ ഏത് ജോലി ചെയ്താലും ഏത് ബിസിനസ് ചെയ്താലും അതിൽ നിങ്ങളൊരു 100% ആത്മാർത്ഥത കാണിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾ ജോലി ചെയ്യുകയോ അതോ നിങ്ങൾ ബിസിനസ്സിലാണെങ്കിലോ അതിലും നിങ്ങൾക്ക് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ജോലി ചെയ്യുകയും പക്ഷേ അതിനുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇത് തീർച്ചയാണ്. ശനിയുടെ ദൃഷ്ടി 12ാം ഹൗസിലെ, 4ാമത്തെ ഹൗസിലെ, പിന്നെ 7ാമത്തെ ഹൗസിലാണ്. അപ്പോൾ 12ാമത്തെ ഹൗസ് വിദേശയാത്രയ്ക്കുള്ള ഹൗസ്. ഓൾറെഡി വിദേശത്താണോ നിങ്ങൾ PR വേണ്ടി വെയിറ്റിങ്ങിലാണോ? ഓൾറെഡി എന്തെങ്കിലും പ്രോസസ്സിങ് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ? എങ്കിൽ ഈ സമയം അതിൻ്റെ എല്ലാം ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുവാൻ പോകുന്നു. ഈ സമയം വിദേശമായിട്ടുള്ള ബന്ധം, MNCയിലൊക്കെ നല്ല ജോലി, വിദേശ യാത്ര, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ, എല്ലാത്തിനും ഒരു സാധ്യത കാണുന്ന സമയമാണ് ഈ സമയം. 4ാമത്തെ ഹൗസിൻ്റെ ദൃഷ്ടിയോ, 4ാമത്തെ ഹൗസ് സുഖത്തിൻ്റെ, സമ്പത്തിൻ്റെ, പ്രോപ്പർട്ടിയുടെ, അമ്മയുടെ എല്ലാമാണ്. പുതിയ രീതിയിലുള്ള കൺസ്ട്രക്ഷനോ അതോ നിങ്ങളുടെ നിലവിലുള്ള വീടിനെ ഒരു പുതുക്കി പണിയോ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത. അതുമല്ലെങ്കിൽ നിങ്ങൾ കാർ വാങ്ങിക്കാനോ സ്കൂട്ടർ വാങ്ങിക്കാനോ എന്തെങ്കിലുമോ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ സമയം അതിന് നല്ല സമയമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കാറിനോ സ്കൂട്ടറിനോ ഒക്കെ റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ അതുമൊക്കെ ചെയ്യിപ്പിക്കേണ്ട ഒരു സമയം തന്നെയാണ്. പക്ഷേ നിങ്ങൾ മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയ പോറലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൊണ്ട് വേണം നിങ്ങൾ സംസാരം നിയന്ത്രിക്കാനായിട്ട്. അടുത്ത ദൃഷ്ടി 7th ഹൗസിലെ. 7th ഹൗസ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ, റിലേഷൻ്റെ, നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ, മാരീഡ് ലൈഫിൻ്റെ എല്ലാമാണ്. നിങ്ങളുടെ
ഇതുവരെ നിങ്ങൾ വിവാഹം ചെയ്യാത്തവരാണോ എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വിവാഹത്തിന് യോഗം തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൂടുതൽ പിടിവാശി വരാൻ സാധ്യത. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേ പറ്റൂ. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ ഇരിക്കുക. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ മിഥുന രാശിക്കാർക്ക് ഈ വക്രി അവസ്ഥയിൽ ജൂലൈ 13 മുതൽ 27 നവംബർ വരെ നിങ്ങളെ കൊണ്ട് ശനിദേവ് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും. പക്ഷേ അതിനുള്ള സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കെയർഫുള്ളായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏഴരശനിയോ കണ്ടകശനിയോ അഷ്ടമശനിയോ ഒന്നും തന്നെ ഇല്ല. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അനുസരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഓർക്കണം, മിഥുനത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ ഫലം അങ്ങനെ കിട്ടുമോ? ഇല്ല. എല്ലാം ഓൾറെഡി നമ്മുടെ ജാതകത്തിൽ ഉള്ള ഫലങ്ങൾ, പിന്നെ ഇപ്പോൾ ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ്, ചലനം, ഗോചരം, അതുകൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടുക. നമ്മുടെ ജാതകത്തിലുള്ള ശനിയുടെ സ്ഥിതി എവിടെ ഉച്ചസ്ഥിതിയിലാണെങ്കിൽ ഈ ഫലങ്ങൾ എല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ശനി നീച സ്ഥിതിയിലാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഫലം കിട്ടും, പക്ഷേ അത്രയും നല്ല ഒരു ഫലം, പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഉപായങ്ങൾ ഒക്കെ ചെയ്യുക. ഉപായങ്ങൾ ഇതാണ്: മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി അരമണിക്കൂറേലും ചെലവഴിക്കുക, നിങ്ങളാക്കിയ അച്ഛനും അമ്മയും മറക്കാതിരിക്കുക. പിന്നെ ഡെയിലി ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക, ബുധന്റെ ബീജമന്ത്രം ജപിക്കുക 108 പ്രാവശ്യം, സൂര്യനെ രാവിലെ സൂര്യോദയ സമയത്ത് ജല അർപ്പണം ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നെ രാവിലെ ശുദ്ധിയോടുകൂടി രാവിലെ ഗായത്രി മന്ത്രം ജപിക്കുക. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് നിങ്ങൾ ഏത് ദിശയിലാണ് വെച്ചിരിക്കുന്നത്? മണി പ്ലാന്റ് വെക്കേണ്ട ദിശ വടക്ക് കിഴക്കോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോ നിങ്ങൾക്ക് മണി പ്ലാന്റ് വെക്കാവുന്നതാണ്. മണി പ്ലാന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്രീൻ കളറിലുള്ള പോട്ടിലോ അല്ലെങ്കിൽ ബ്ലൂ കളറിലുള്ള പോട്ടിലോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഭൂമിയിൽ വെക്കാനായിട്ട് മണ്ണിൽ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വെക്കാം. പക്ഷേ മണി പ്ലാന്റ് ഒരിക്കലും മണ്ണിൽ വെക്കാതിരിക്കുക. എന്തെങ്കിലും പോട്ടിൽ നിങ്ങൾക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരുടെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഹരേ കൃഷ്ണ, സർവ്വം രാധാകൃഷ്ണ അർപ്പണമസ്തു.